അങ്ങനെ ഓരോ മാസത്തെയും ഓരോ വർഷത്തെയും വൃശ്ചിക മാസം 1-ാം തീയതി നമ്മൾ ഓരോരുത്തരും ഓരോ ഭക്തരും അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാലയിട്ട് 41 ദിവസത്തെ വ്രതം നോറ്റ് ശബരിമലയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ഒരു നാണയം തൊട്ട് മുതൽ സ്വർണത്തിൻ്റെ അടക്കം ഓരോരുത്തരും അർപ്പിക്കുന്നത് ഒരു വ്രതം നോക്കി നേർച്ചയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതൊക്കെ കട്ടുമുടിക്കാനാണ്. കാരണം അയ്യപ്പൻ്റെ ദ്വാരപാലകർ എന്ന് പറഞ്ഞ കാവൽക്കാരാണ്. ആ ദ്വാരപാലകരെ പോലും വിറ്റുതുലയ്ക്കുന്ന സമീപനത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ദേവസ്വം ബോർഡ് സംവിധാനമുണ്ട്. ആ സംവിധാനം വെറും നോക്കുകുത്തിയായി മാറുകയാണോ? മാത്രമല്ല, ഉണ്ണികൃഷ്ണനെ പോലെയുള്ള കഥാപാത്രങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ഈ സിസ്റ്റം, ഈ സംവിധാനം അതിന് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഉദാഹരണമാണ്. മാത്രമല്ല, കോടതി, ഹൈക്കോടതിയുടെ ഈ മോണിറ്ററിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉയരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടിയുണ്ട്. സ്വർണ്ണപ്പാളികളും പീഠവും കൈകാര്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണന് ആരധികാരം നൽകി? വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പീഠങ്ങൾ കൈവശമുണ്ടായിട്ടും കാണാതായെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടി? ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആരാണ് അതിന് പിന്നിലുള്ളത്? പീഠങ്ങൾ ശബരിമലയിൽ ഏൽപ്പിക്കാതെ കൈവശം വെച്ചത് എന്തിനാണ്? സഹായിയുടെ കൈവശം പീഠങ്ങൾ ഉണ്ടായിട്ടും അത് മറച്ചു വെച്ചെങ്കിൽ ആരുടെയെങ്കിലും പ്രേരണ ഇക്കാര്യത്തിൽ ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പീഠം കാണാതായതാകാമെന്ന് അയ്യപ്പ സംഗമം നടക്കാറായപ്പോൾ തന്നെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ഇക്കാര്യത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കേണ്ടേ? ചുരുളഴിയിക്കേണ്ടേ? അത് ദേവസ്വം ബോർഡിൻ്റെയോ വിജിലൻസിൻ്റെയോ മറ്റ് സംവിധാനങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതിയോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ നമ്മൾ ഭക്തർക്ക് മുന്നിലേക്ക്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഉയർത്തുന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും ചേരുന്നു. രണ്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഈ ദിവസം റിപ്പോർട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ച രണ്ടുപേരുടെയും സാന്നിധ്യത്തിലേക്ക് പോവുകയാണ്. അനന്തൻ, ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിൽ ഏറെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഗൂഢാലോചന മനസ്സിലാകുന്നത്. അതാണ് അനന്തൻ ഇന്ന് തുടങ്ങിയ ആ 98-ൽ വിജയ് മല്യയെ പോലെയുള്ള യു ബി ഗ്രൂപ്പിന്റെ ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തിയ ഒരു ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നേർച്ചയുടെ ഭാഗമായി നടത്തിയ ഒരു പ്രക്രിയ. ആ പ്രക്രിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ എന്താണ്? ആ 98, അതായത് 30 കിലോ, 30.3 കിലോ, അതായത് ഒറിജിനൽ പ്യുവർ ഗോൾഡ് തങ്കമാണ്. അതാണ് അന്ന് ചാർത്തിയത്. അങ്ങനെയെങ്കിൽ ഈ 2019 എത്തുമ്പോൾ എന്താണ് ദുരൂഹത മണക്കുന്നത്? വിവരിച്ചാൽ. പ്രതീക്ഷ, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ ഈ സ്വർണ്ണപ്പാളി, ചെമ്പുപാളി എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങളുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ വാർത്തകളൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ ദിവസം, ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ, അതായത് ചെമ്പിൻ്റെ അംശമാണ് കൂടുതൽ പറയുന്നത്. ഇത്ര കിലോ ചെമ്പിൽ സ്വർണം പൂശി എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നി. കാരണം വിജയമല ശ്രീകോവിൽ സ്വർണം പൂശി, അത് ഈ ചെമ്പുപാളിയിലാണ് സ്വർണം പൂശിയെങ്കിൽ അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ മുക്കുവണ്ടം കൊണ്ടായിരിക്കണം വിജയമല്യ ശ്രീകോവിലിനെ സ്വർണ്ണമയമാക്കിയത്. അങ്ങനെ നമ്മൾ പഴയ പത്രങ്ങളും അന്നത്തെ രേഖകളും ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് വിജയമല്യ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല. വിജയമല്യ ചെയ്തത് അവിടെ ചെമ്പ് തകിട് കൊണ്ടായിരുന്നു നേരത്തെ അവിടുത്തെ മേൽക്കൂരയും മറ്റ് ശ്രീകോവിലിന് ചുറ്റുമുള്ള ശില്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒറിജിനൽ സ്വർണം, അതിൻ്റെ ഓരോ തകിടായി അങ്ങനെ ഓരോ സ്ഥലത്തും 12 ഷീറ്റ് വീതം ഒട്ടിച്ചൊട്ടിച്ചാണ് എടുത്തത്. അല്ലാതെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തല്ല. ചെമ്പിൻ്റെ മുകളിൽ, ചെമ്പ് തകിടുകൾക്ക് മുകളിൽ സ്വർണത്തിൻ്റെ പേപ്പറുകൾ ഒട്ടിച്ചൊട്ടിച്ചാണ്. അതിന് 30 കിലോ വേണ്ടി വന്നു ആ ക്ഷേത്ര ശ്രീകോവിൽ മൊത്തം അങ്ങനെ സ്വർണം പൊതിയാൻ. അപ്പം ദ്വാരപാലക ശില്പം 2019 അത് ആ ഉത്തരവ്, ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് കാണിക്കുന്നത് ഈ അവിടെ അതുവരെ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ചെമ്പ് പാളിയിൽ സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവാണ് ഇറങ്ങിയത്. അപ്പൊ കൃത്യമായ ഈ പറയുന്ന 98-ഉം 2019 ഇടയിലുള്ള കാലയളവ് എന്ന് പറയുമ്പോൾ 20 വർഷം. ആ 20 വർഷ കാലയളവിൽ ഈ പറയുന്ന പിന്നീട് വരുന്ന ഉത്തരവാണോ ഇത്തരത്തിൽ സ്വർണം പൂശണമെന്ന് വരുന്ന ആദ്യത്തെ ഉത്തരവാണ് അല്ലേ? ആദ്യത്തെ ഉത്തരവാണ്. ആ ആദ്യത്തെ ഉത്തരവ് പ്രകാരമാണെങ്കിൽ ഇതിനൊരു രേഖാമൂലമുള്ള അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടോ? സാധാരണ ശബരിമലയിലൊക്കെ അറിയാമല്ലോ. കാരണം ഏറ്റവും അടുത്തായിട്ട് ദേവസ്വത്തിന്റെ പ്രത്യേക ബെഞ്ചുണ്ട്, പരിപൂർണ ശേഷം അല്ലേ? അപ്പം ആ ദേവസ്വം ബെഞ്ച് പ്രത്യേകം വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഡേറ്റാസ് ഉണ്ടാകുമോ? ഉണ്ടാകില്ല. അവിടെ ഒരു ഡേറ്റാസും ഇല്ല എന്നൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വിജയ് മല്യ ഒറിജിനൽ സ്വർണം കൊണ്ട് അവിടെ പൊതിഞ്ഞു. അതിൽ 30 കിലോയുടെ സ്വർണ്ണമാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകോവിലും കന്നിമൂല ഗണപതിയുടെ അതുപോലെ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൻ്റെയും കലശം അടക്കം. അതിലെ ദ്വാരപാലക ശില്പത്തിലുള്ള സ്വർണം അടിച്ചോണ്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിച്ചോണ്ട് പോയെന്ന് മാത്രമല്ല,
അതേ രൂപത്തിൽ ചെമ്പിൽ ഒരു മൗൾഡ് ഉണ്ടാക്കി അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് മുക്കുവണ്ണം തിരിച്ചു കൊണ്ടുവന്ന് അയ്യപ്പനെ കളിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കൊടുങ്കൊള്ള നടത്തിയിരിക്കുന്നത് അത് 2019 അതിന് 2019 ഈ സാധനം അപ്പോഴാണ് ഈ എന്തായാലും ഒരു തിരുവാഭരണം കമ്മീഷണർ എല്ലാത്തിനും ഇപ്പോഴും എല്ലാവരും തിരുവാഭരണം സൂക്ഷിക്കപ്പെടുമ്പോൾ അവിടെ കമ്മീഷൻ ഉണ്ടാകും. അപ്പോൾ ഈ സ്ട്രോങ് റൂമിലേക്കൊക്കെ ഞാൻ ഒരു കാര്യം എൻ്റെ സംശയം, നമ്മളൊക്കെ അറിയാമല്ലോ, കാരണം എല്ലാ വർഷവും അയ്യപ്പനെ കാണാൻ പോകുന്ന പരമാവധി കഴിയുന്നെങ്കിൽ മാലയിട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഒരുപാട് ഭക്തരൊക്കെ പോകുമ്പോൾ അവർ നൽകുന്ന ചെറു ചില്ലി കാശ് തൊട്ടായാലും ഒരു സ്വർണത്തിന്റെ പൊന്നിന്റെ ഒരു തരി പൊന്നായാലും അതൊക്കെ ഈ സ്ട്രോങ് റൂമിലാണല്ലോ അല്ലേ? സ്ട്രോങ് റൂമിലാണ്. ആ സ്ട്രോങ് റൂമിൽ എങ്ങനെയാണ് പിന്നെ പ്രശാന്ത് ഈ വരവ് കാര്യങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി ഓഡിറ്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ ഒരു മണ്ഡലകാലത്തിന് ശേഷം അത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് രേഖപ്പെടുത്തിയാണോ സൂക്ഷിക്കാറുള്ളത്? ശബരിമലയിൽ വഴിപാടായോ അല്ലെങ്കിൽ നേർച്ചയായോ സമർപ്പിക്കപ്പെടുന്ന എല്ലാ ഉരുപ്പടികളും അത് ഭഗവാന്റേതാണ് എന്ന്, അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൻ്റെതാണെങ്കിലും ആ രീതിയിൽ കണക്കാക്കിയാണ് അതിനെല്ലാം 4 രജിസ്റ്ററുകളുണ്ട്. സ്വർണം വെള്ളി ഉരുപ്പടികൾക്കും അല്ലാതെ. പ്രശാന്ത്, മൈക്കിന് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, അത് ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ തുടർച്ചയായിട്ട്. അപ്പോൾ അങ്ങനെയാണല്ലോ സാധാരണ രേഖപ്പെടുത്താറുള്ളത്, അങ്ങനെ രേഖപ്പെടുത്തണമല്ലോ, രേഖപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ ഈ 2019 ഈ പറയുന്ന സമയത്ത് ചെന്നൈയിലേക്ക് തിരുവാഭരണ അന്നത്തെ മുൻ തിരുവാഭരണ കമ്മീഷണർ അനുമതിയോടുകൂടി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവിടെ ആണല്ലോ, അവിടെ ചെല്ലുമ്പോഴും ഈ പറയുന്ന എത്ര ഈ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യ പ്രകാരമാണെങ്കിൽ ഒരു മാസം ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഒരു മാസം ഗ്യാപ്പ്. ആ പാളി എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് സംശയം, ദുരൂഹത ഉണ്ടാകുന്നത്. അതിൽ ഇക്കാര്യത്തിൽ അപ്പൊ എനിക്ക് ഒരു 2 സംശയം. നമ്മൾ ഈ ക്രൈം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ആ രീതിയിൽ 2 സംശയങ്ങളുള്ളൂ. ഒന്നുകിൽ ഇപ്പൊ 2019 ചെമ്പുപാളി സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് രേഖയിലുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഈ 2019 മുൻപ് ഒറിജിനൽ സ്വർണം മാറ്റി അവിടെ ചെമ്പുപാളി കൊണ്ടുവച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഈ ചെമ്പുപാളി എന്നുള്ള രേഖയുണ്ടാക്കി ഒറിജിനൽ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തു വിട്ടിട്ട് അത് എവിടെയോ കൊണ്ടുപോയി 1 മാസം വെച്ച് അതിന്റെ മൗൾഡ് ഉണ്ടാക്കി പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവച്ചു. ഇപ്പോൾ നമുക്ക് അനന്തരം ഇന്നിപ്പോൾ ഈ വാർത്ത നടക്കുന്ന സമയത്ത്, നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കണക്ട് ചെയ്തു. പ്രശാന്തുമായി രതീഷ് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ പ്രശാന്ത് എന്താണ് നമ്മുടെ ഈ വാർത്ത പ്രശാന്ത് അഡ്മിറ്റ് ചെയ്തു. മാത്രമല്ല 2098 ഈ പറയുന്ന വിജയ് മല്യ അവിടെ നടത്തിയിട്ടുള്ള ഈ വഴിപാട് പ്രക്രിയ അത് ഒറിജിനൽ സ്വർണ്ണമാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പിന്നെ വിജയ് മല്യ കൊണ്ടുവച്ച സ്വർണം കാണാനില്ല എന്ന് ഏതാണ്ട് PS പ്രശാന്ത് സമ്മതിക്കുന്നു. അതിൽ വലിയ അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഒരു കാര്യം അദ്ദേഹം അല്ലെ ആ വാർത്തകളിൽ ആ മുഴുവൻ മണിക്കൂറുകളും, അല്ലെങ്കിൽ എനിക്കൊന്ന് ഒരു 10-15 മിനിറ്റ് അപ്പുറം PS പ്രശാന്തുമായി സംസാരിക്കുമ്പോൾ പ്രശാന്ത് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് എന്റെ കാലത്തല്ല 2019 അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ദുരൂഹത നടന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് ഒരർത്ഥത്തിൽ പറയുമ്പോൾ എന്താണ് ഉത്തരവാദിത്തമുണ്ട്? അങ്ങനെയെങ്കിൽ ആർക്കൊക്കെയാണ് ഈ പറയുന്ന ഈ ദുരൂഹതയുടെ ഈ പിൻപാളിയായി വരുന്നത്? അതെ, അത് എനിക്ക് തോന്നുന്നു പ്രശാന്തിന് അതായത് ഇതില് പ്രശാന്ത് ഇന്ന് സംസാരിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. അവിടെ വിജയമല്യ പതിച്ചത് അല്ലെങ്കിൽ അവിടെ പൊതിഞ്ഞത് സ്വർണം തന്നെയാണെന്നുള്ളത് ഒരു തർക്കമില്ല. അപ്പോൾ 19 അതിന് മുൻപെയോ ഇതിൽ ഒരു കവർച്ച നടന്നിട്ടുണ്ട്. 19 എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കേണ്ടത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ എൻട്രി എന്നത് ഞാൻ ഇത് അറ്റകുറ്റപ്പണി നടത്തി തരാം, അല്ലെങ്കിൽ ഞാൻ ഇതിൽ സ്വർണം പൂശി തരാം ദ്വാരപാലക ശില്പത്തിലും മറ്റ് കഥകളിലും എല്ലാം എന്ന് പറഞ്ഞു. PS പ്രശാന്തിന് ഇങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ? പ്രശാന്ത് പറഞ്ഞത് എനിക്കറിയില്ല 2019 2019 അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി, അന്ന് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പിന്നീട് ഉദ്യോഗസ്ഥർ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ എനിക്ക് ഓർമ്മ വരുന്നില്ല, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരൊക്കെ കാണുമല്ലോ, സുധീഷ് കുമാർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുള്ള സമയത്ത് ഇതിന്റെ ഉത്തരവാദിത്തം ശരിക്കും എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്? ഇത് ദേവസ്വം ബോർഡിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. കാരണം ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഈ ഞാൻ ഇത് സ്വർണം പൂശി തരാം എന്ന് പറഞ്ഞ ഒരാൾ രംഗത്ത് വരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ വേണ്ടി അനുമതി കൊടുക്കുകയാണ്. എവിടെ? ചെന്നൈയിൽ കൊണ്ടുപോയി പൂശാൻ വേണ്ടി ഇത് ഇളക്കി കൈ കൊടുത്ത് വിടുകയാണ്. ഒരിക്കലും ദേവസ്വം മാനുവൽ പ്രകാരം ആ സന്നിധാനം പ്രമേസയിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഉത്തരവ് നൽകുന്നത്. ഇങ്ങനെ ഉത്തരവ് നൽകുമ്പോൾ അവിടെയാണ് പ്രശ്നം. 21 വർഷം കഴിയുമ്പോൾ ഈ സ്വർണം ചെമ്പായി മാറുന്നു. ഇത് ചെമ്പുപാളിയാണ്. ചെമ്പുപാളിയിലാണല്ലോ സ്വർണം പൂശേണ്ട. സ്വർണ്ണ കവചത്തിൽ പിന്നെ സ്വർണം പൂശേണ്ട കാര്യമില്ലല്ലോ. 2019 ഉത്തരവിന് ഇപ്പം അടുത്തിടയ്ക്ക് ഈ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ പുറത്തു കൊണ്ടുപോയത് അറ്റകുറ്റപ്പണികൾ നടത്താനാണ്. 2019 ഉത്തരവിൽ അറ്റകുറ്റപ്പണി നടത്താനല്ല, ചെമ്പിൽ സ്വർണം പൂശാനാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു വെക്കുന്നത് വിജയ് മല്യ അവിടെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയിട്ടില്ലെന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ല, അങ്ങനെ സംസാരിക്കുന്ന തെളിവുകളാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ദുരൂഹം എന്ന് പറയുന്നത്
ഇത് ഇളക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുക്കുന്നു. 1 മാസം കഴിഞ്ഞാണ് ഇത് ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തുന്നത്. ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഇവിടുന്ന് പോയ അന്ന് ഇളക്കുമ്പോൾ ചുമതലപ്പെട്ട തിരുവാഭരണ കമ്മീഷണർ അല്ല, വേറെ തിരുവാഭരണ കമ്മീഷണർ, അദ്ദേഹമാണ് നമ്മോട് സംസാരിച്ചത്. അവിടെ ചെല്ലുമ്പോൾ ഈ ദ്വാരപാലക ശില്പം കൈവേറെ തലവേറെ കാലുവേറെ പല രീതിയിലിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ രൂപത്തിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇളക്കിയെടുത്തത് ഏത് രൂപത്തിലുള്ളതാണ്? സ്വർണ്ണ കവചമുള്ള നേരത്തെ മല്യ സ്വർണം പൊതിഞ്ഞ ശില്പമാണോ അല്ലയോ എന്നെങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും? അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു മാഫിയ ഡോൺ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഒരു ആ വ്യക്തി അത് ഒരു ഉദ്യോഗസ്ഥനായിരിക്കാമോ, ഉദ്യോഗസ്ഥന്റെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കാമോ? അല്ല, ഇത് ഒരാൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചത് അങ്ങനെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അടക്കം പങ്കാളിത്തം അന്വേഷിക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല, ശബരിമലയിലെ എന്തുരുപ്പടിയായാലും അതിന് വേറൊരു വാല്യൂ കൂടെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ആൾക്കാർ ചോദിക്കും. ഇപ്പം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കൊണ്ടുപോയാൽ അത് 30 കിലോയിലൊരു ഭാഗമാണല്ലോ. അപ്പോൾ അത് എത്ര കാണും, അളവ് എത്ര കാണും? അത് കൊണ്ടുപോയിട്ട് അന്നത്തെ സ്വർണത്തിന്റെ വിലയ്ക്ക് എന്ത് നേടാനാണെന്നുള്ളതാണ്. നക്ഷത്രാമയും ഇരുതലമൂരിയും വീട്ടിൽ വെച്ചാൽ ഭാഗ്യം വരുമെന്ന് പറഞ്ഞ് കോടികൾ മുടക്കുന്ന ഒരു നാട്ടിൽ ശബരിമല ധർമ്മശാസ്താവിന്റെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പതിച്ചിരുന്ന അങ്കി, അത് 20 വർഷത്തോളം ആ പൂജകളെല്ലാം ഏറ്റിരുന്ന അങ്കി, അത് പുറത്തു കൊണ്ട് കൊടുത്താൽ കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ ആളുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൽ ദുരൂഹത കുറെ കൂടി ഉണ്ടാകാൻ കാരണം ഇത്തവണ ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ബോർഡ് ആലോചിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് തന്നെ നിർദ്ദേശിക്കപ്പെടുകയും പല ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശിക്കപ്പെടുകയും അദ്ദേഹം ഞാൻ സ്വയം ഇത് കൊണ്ടുപോകാം എന്ന് വരികയും ചെയ്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവരുടെയും സ്വന്തക്കാരനായി മാറി.